എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. കോമേഴ്സിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷത്തിലേറെയായി നടന്നു വരുന്ന വിശക്കുന്ന വയറിന് ജീവകാരുണ്യ അന്നദാന പദ്ധതിയുടെ ആരംഭമാണ്. എല്ലാ വ്യാഴാഴ്ചകളിലും ഏകദേശം 200-ലധികം ആളുകൾക്ക് നമ്മൾ ഭക്ഷണം നൽകി വരുന്നു. അപ്പോൾ ഓരോ ദിവസവും ഈ പറഞ്ഞ പോലെ ഓരോരുത്തർ സ്പോൺസർ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു മഹനീയ പരിപാടി പ്രൗഢഗംഭീരമായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാ ദിവസവും കഴിഞ്ഞ 5-ാം തീയതിയും 8-ാം തീയതിയും ഇന്നും നാളെയും 12-ാം തീയതി ഒക്കെ ഭക്ഷണം ഓരോരുത്തരുടെ സ്പോൺസർഷിപ്പായി. ഇന്ന് 2 പേരുടെ സ്മരണാർത്ഥമാണ് നമ്മൾ വരുന്നത്. ഒന്ന് പ്രസന്ന, നമുക്കൊക്കെ അറിയാം, കൊടമന പ്രസന്ന അവരുടെ പോസ്റ്റ് ഓഫീസിൽ ജോലിയിലായാലും സൂപ്പുണ്ടായിരുന്നു കുറച്ച് വർഷമായി. പിന്നെ വേലായുധൻ നായർ നമ്മുടെ പൂനെയിൽ, അദ്ദേഹത്തിൻ്റെയൊക്കെ സ്മരണാർത്ഥമാണ് ഹരിഗോവിന്ദം ഇവിടെ എത്തിയിട്ട് ഉദ്ഘാടനത്തിൽ ഏതായാലും തുടങ്ങുന്നതിൻ്റെ ഭാഗമായി സ്വാഗതം ആശംസിക്കുന്നത് ഇതിൻ്റെ കൺവീനറായി പ്രവർത്തിക്കുന്ന ആരാധനായ എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 10 വർഷത്തിലധികമായിട്ട് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികളിലൊന്നായ വിശക്കുന്ന വയറിന് പൊതിച്ചോറ് എന്ന അന്നദാന പദ്ധതി ഈ മഞ്ഞുകാൽ പരിസരത്ത് നടത്തിയിരുന്നത്. നല്ലതായ നാട്ടുകാരും പ്രവാസികളൊക്കെ നമ്മളെ അകമഴിച്ച് സഹായിക്കുന്നുണ്ട്. നമുക്കൊരു വ്യാഴാഴ്ച പോലും മുടക്കം കൂടാതെ നടത്താൻ കഴിയുന്നുണ്ട്. നമ്മളോട് സഹായിക്കുന്ന എല്ലാവരോടുള്ള നന്ദി അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇന്ന് നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി 2 പേരാണ് ഒരു മൂവാറ്റുപുഴയിൽ നിന്നുള്ള വേലായുധനാരുടെ ജന്മവാർഷികവും കൂടാതെ ഗുരുവായൂർ പോസ്റ്റ് മിസ്റ്റേഴ്സ് ആയിരുന്നുള്ള പ്രസന്നയുടെ 1-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് ഈ പരിപാടി നടത്തുന്നത്. എന്തായാലും പരേതാത്മാക്കൾക്ക് നിത്യശാന്തി ചേർന്നുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എൻ്റെ കർത്തവ്യം നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷ അഡ്വക്കേറ്റ് രവി ചെങ്ങത്ത്, ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ജനറൽ സെക്രട്ടറി എന്നതിലുപരി ഗുരുവായൂർ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ നേതൃത്വം വഹിക്കുന്ന വ്യക്തിത്വത്തിനോടുമാണ് അദ്ദേഹത്തെയും വേദിയിലേക്ക് ആദ്യമായി സാധിക്കുന്നത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ ഹരിഗോവിന്ദാണ്. ശ്രീമതി പ്രസന്നയുടെ അനിയൻ കൂടിയാണ് അദ്ദേഹം. എൻ്റെ അനിയൻ്റെ തുല്യ വ്യക്തിത്വമാണ് അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്നേഹത്തോട് വിളിച്ചത്. അടുത്തായിട്ട് മുരളി അകമ്പടി, ഗുരുവായൂർ കൃഷ്ണാട്ടങ്കരി ആശാനാണ്. നമ്മൾ ഈ അന്നദാനത്തിനോടൊപ്പം വസ്ത്രദാനം എന്ന സ്കീം ആവിഷ്കരിച്ചപ്പോൾ അതിൻ്റെ ചുമതല സ്വയം ഏറ്റെടുത്തത് സുദീർഘമായ രീതിയിലൂടെ നടത്തി എത്താൻ സഹായിക്കുന്ന വ്യക്തിയാണ് മുരളിയൻ വേദിയിലേക്ക് സ്വാധീനം. ജയനുണ്ട്, മാമനുണ്ട്, ഇവരൊക്കെ പായസത്തിൻ്റെ ചുമതലയാണ്. അതുപോലെ പ്രേംജി ഗുരുവായൂർ, അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ നിങ്ങളൊക്കെ അറിയിക്കാൻ സഹായിക്കുന്ന വ്യക്തിത്വത്തിലൂടെയാണ് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാധീനം ചെയ്തുകൊള്ളുന്നു. കൂടാതെ നിങ്ങൾ ഓരോരുത്തർക്കും ഇന്ന് ഡ്രസ്സിൻ്റെ ആളുടെ പേര് നമ്മൾ പറയുന്നില്ല, പേര് പറയാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് ഡ്രസ്സ് നമുക്കിന്ന് സംഭാവന ചെയ്തിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ ഓരോരുത്തരും ഈ അന്നദാനം സ്വീകരിക്കാൻ എത്തിച്ചു വെക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പ്രസംഗം ഡെപ്യൂട്ടി. നമുക്കിനി അടുത്തത് വരുന്ന ഏപ്രിൽ 15-ന് വിഷുവിനോടനുബന്ധിച്ച് നമ്മൾ ജനകീയ വിഷുസദ്യ നൽകുന്നുണ്ട്. അതിൻ്റെ ടോക്കൺ 12-ാം തീയതി ഇവിടെ നൽകുന്ന ഭക്ഷണത്തിൻ്റെ ഒപ്പം ടോക്കൺ നൽകുന്ന ആളുകൾക്കാണ് അവിടെ ടോക്കൺ വാങ്ങണം. ഇന്ന് വോട്ടെടുപ്പാണ്, എല്ലാവരും വോട്ടെടുപ്പിനായിട്ട് തയ്യാറാവുക. ഇന്ന് വസ്ത്രദാനമുണ്ട്. പേര് പറയാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിത്വമാണ് ഇന്ന് വസ്ത്രദാനം നടത്തുന്നത്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ഹരിഗോവിന്ദന്റെ സ്നേഹത്തോട് ആരാണ് ലേഡീസും ലേഡീസ് ഇതും നോക്കിട്ട ജയ മുന്നേറ്റം എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഈ വിശക്കുന്ന വയറിന് പൊതിച്ചോറിനോടൊപ്പം തന്നെ വസ്ത്രദാനവും നടത്തുന്നുണ്ട്. നിങ്ങളുടെ വീടുകളിലിരിക്കുന്ന
ഉപയോഗക്ഷമമായ, ഉപയോഗിച്ചതാവാം ഉപയോഗിക്കാത്തതാവാം, ഉപയോഗക്ഷമമായ വസ്ത്രങ്ങൾ ഇങ്ങനെ തന്നാൽ കൃത്യമായ കാര്യങ്ങളിൽ എല്ലാവർക്കും വളരെ ഉപകാരമാണത്. നിങ്ങളൊന്ന് ഞങ്ങളെ വിളിച്ചാൽ മതി. ആ വസ്ത്രങ്ങൾ വന്ന് കളക്ട് ചെയ്യുന്നതാണ് ഗുരുവായൂർ പരിസരത്ത് നിന്ന്, അല്ലെങ്കിൽ ഇവിടെ എത്തിച്ചേരുന്നതിനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ നമ്പറിൽ വിളിച്ച് 98 461 93 438, അതുപോലെ ഇതിൻ്റെ കൺവീനർ മുരളി അകമ്പടിയുടെ നമ്പർ 94 46 514148. ഈ നമ്പറിലേക്ക് ഏതിലേക്കെങ്കിലും ദേവേട്ടൻ പറഞ്ഞാൽ വിളിച്ചാൽ വസ്ത്രങ്ങൾ വ്യാഴാഴ്ചകളിലും അല്ലാത്ത ദിവസം കൂടെ എത്തിക്കുകയാണെങ്കിൽ നമ്മൾ സുതാര്യമായ കൈകളിൽ എത്തിക്കും. ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.